ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് വരുന്ന വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ട്, TV അപ്പിയറൻസ് കൊണ്ട് നിങ്ങളെ എല്ലാവരെയും അദ്ദേഹം ചിരിപ്പിക്കും. ഇദ്ദേഹം തന്റെ സംസാരം കൊണ്ട് ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ ഒരു വ്യക്തിയാണ്. ലോകം മുഴുവനും ഇന്ത്യയുടെ പേര് കൊടുമുടിയിൽ എത്തിച്ച ആൾ. ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. നന്നായിട്ട് ചിരിക്കും. अगर अपनी तरफ देखूं तो कुछ नहीं पल्ले, उसकी रहमत और आपके प्यार को देखूं तो सिद्धू की बल्ले बल्ले बल्ले. ചോദ്യങ്ങളും കുറ്റങ്ങളും ആരോപിക്കുന്നതിന് മുൻപ് തന്നെ ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജി ഹർപാൽ സിംഗ് ബേദിയുടെ അനുവാദം നമുക്കിപ്പോൾ ചോദിക്കാം. വിചാരണ തുടങ്ങാവുന്നതാണ്. കമന്റേറ്ററും ക്രിക്കറ്ററുമായ നവ്ജോത് സിംഗ് സിദ്ധുവിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് കമന്റേറ്റർ നവ്ജോത് സിംഗ് സിദ്ധുവിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു പിടിവാശിക്കാരനാണ് എന്നുള്ളതാണ്. സിദ്ധു സാർ, ഇത് സത്യമാണോ? നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ വ്യക്തി താങ്കളാണ്. അതുകൊണ്ടാണ് താങ്കളെ കുസൃതിക്കാരൻ രാജ എന്ന് എല്ലാവരും വിളിക്കുന്നത്. പിടിവാശിയിൽ നമ്പർ 1 ആണ്. കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, सभी को सभी कुछ हासिल नहीं मिलता, नदी की हर लहर को साहिल नहीं मिलता. ये दिल वालों की दुनिया है, अजब है दास्तां इसकी. किसी से दिल नहीं मिलता, कोई दिल से नहीं मिलता. ആദ്യത്തെ വിഷയം തന്നെ. ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടേ ഇല്ല. എനിക്കുള്ളിൽ ഒരു കുറവുമില്ല, എനിക്കുള്ളിൽ ഒരു തെറ്റുമില്ല, എനിക്കുള്ളിൽ തിന്മകളില്ല. മനുഷ്യൻ എല്ലാ തെറ്റുകളുടെയും പൂർണ്ണ രൂപമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരാൾ തെറ്റായവനാണെന്ന് ഞാൻ പറയില്ല. सोने में सुगंध नहीं, सुन लो यार, सोने में सुगंध नहीं, गन्ने में फूल नहीं, चंदन में फल नहीं होता, राजा दीर्घजीवी नहीं होता, विद्वान के पास धन नहीं होता, किसी को मुकम्मल जहां नहीं मिलता, कहीं जमीन तो कहीं आसमान नहीं मिलता. ഒരു പക്ഷേ എനിക്കുള്ളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. പിടിവാശി കാണിക്കുന്നത് ഒരു ഭാഗം തെറ്റാണെങ്കിൽ മറ്റൊരു ഭാഗത്തെ ശരിയായിരിക്കും. കാരണം വാശി കാണിക്കുന്നത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളുടെ ശക്തി കൂടുതലായിരിക്കും. പിന്നെ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ കാലെടുത്ത് വെച്ചാൽ, ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ, അതിൽ അവൻ ഉറച്ചു നിന്നാൽ ഈ ലോകത്ത് തന്നെ അവന്റെ കൈപ്പിടിക്കുള്ളിൽ കൊണ്ടുവരാൻ കഴിയും. ഒരു കുടിയൻ ഏത് സമയത്തും കട കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപക്ഷെ അന്ന് ഡ്രൈ ഡേ ആണെങ്കിലും ശരി. അതായത് ഒരു മനുഷ്യൻ ഒരു കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ അതവൻ നേടിയിരിക്കും. അതും നോക്കൂ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി. ഒരു പക്ഷേ ഒരാൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അവനത് തീർച്ചയായും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. പറ്റില്ല എന്ന വാക്ക് എന്റെ നിഘണ്ടുവിലില്ല. സാർ, താങ്കളുടെ അച്ഛൻ ഒരു ക്രിക്കറ്റർ ആയിരുന്നു. ക്രിക്കറ്റിൽ അദ്ദേഹം വളരെ പാഷനേറ്റ് ആയിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ താങ്കളെ ഒരു ക്രിക്കറ്റർ ആക്കണമെന്നായിരുന്നു. പക്ഷെ താങ്കൾ പെൺപിള്ളേരുടെ കൂടെയാണ് സമയം. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇത് നോക്കൂ, ഇതിൽ എന്താണ് തെറ്റ്? പെൺകുട്ടികൾക്ക് കാണിക്കുന്നത് ഇഷ്ടമാണ്, ആൺകുട്ടികൾക്ക് കാണുന്നത് ഇഷ്ടമാണ്. ഇതിലെന്താണുള്ളത്? ശരിക്കും നോക്കിയാൽ ഇതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. നമ്മുടെ ചെറുപ്പത്തിലെ 16 വയസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടി രാമന്റെ പേര് ജപിക്കുമോ? സിദ്ധു സാർ, ഇത് സത്യമാണോ? താങ്കളുടെ മോട്ടോർ സൈക്കിൾ എപ്പോഴും ട്രാക്ക് നമ്പർ 22-ൽ നിൽക്കുമെന്നുള്ളത്? ഞാൻ അതേ സ്പീഡിലാണ് പോവാ. ഞാൻ പോവും, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ മറ്റൊരു കാര്യം പറയാം. അവിടെ റെയിലിംഗ്സ് ഉണ്ടായിരുന്നു, 3 എണ്ണം ഉണ്ടായിരുന്നു. ആ റെയിലിംഗ്സിന്റെ മേലെ പതിഞ്ഞതിന്റെ അടയാളം ഇന്നും നിങ്ങൾക്ക് കാണാം. അവിടെ ഞങ്ങളുടെ കൈയിന്റെ അടയാളം ഉണ്ടാകും. പിന്നെ അതിന്റെ പുറകിൽ ഒരു കടയുണ്ട്. അതൊരു പഴയ സ്വീറ്റ് ഷോപ്പാണ്. ആ കടയിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ലഡുവിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കും, ആ കണ്ണാടി പെട്ടിയുടെ ഗ്യാപ്പിൽ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സരബ്ജിത് സിംഗ്. അവൻ തുണിയുടെ നിറം വെച്ച് പറയും ഏത് പെണ്ണാണ് വരുന്നതെന്ന്. അതുകൊണ്ട് ഈ കാര്യം ഞാൻ തീർച്ചയായും സമ്മതിക്കുന്നു. ഇതിൽ മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഞാൻ എന്റെ പിതാവിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്റെ പിതാവിന്റെ പേര് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറൊന്നും വലുതല്ല. പിന്നെ അദ്ദേഹത്തിന്റെ പേരിന് ഒരു തരത്തിലുള്ള കളങ്കവും സംഭവിക്കാൻ പാടില്ല. ആ ഒരേ ഒരു ആഗ്രഹം മാത്രമാണ് എന്നെ ക്രിക്കറ്റ് കളിക്കാൻ പ്രേരിപ്പിച്ചത്. പിന്നെ ഞാൻ എപ്പോഴും എന്നെ സ്നേഹിച്ചു. എന്റെ അച്ഛന്റെ സ്വപ്നം എന്താണോ അത് ഞാൻ നിറവേറ്റണമെന്ന്. പിന്നെ സർ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഒരൊറ്റ കാര്യം. मंजिलें उनको मिलती हैं, ഇവിടെ ഒരുപാട് യുവാക്കളുണ്ട്. मंजिलें उनको मिलती हैं जिनके सपनों में जान होती है. अरे पंखों से कुछ नहीं होता, हौसलों से उड़ान है.
സോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ആഗ്രഹമുണ്ടായിരുന്നു, എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. എനിക്കുള്ളിൽ എന്തുണ്ടോ ഇല്ലയോ അച്ഛന്റെ പേരിന് കളങ്കം വരാൻ പാടില്ലെന്ന് ഞാൻ താങ്കൾ വിചാരിച്ചു. ക്രിക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധിച്ചാണ് താങ്കളെ ഗ്രൗണ്ടിലേക്ക് അയക്കുന്നത്. അവിടെയും താങ്കളുടെ അച്ഛൻ ഗ്രൗണ്ടിന്റെ ഏതെങ്കിലും ഒരു സൈഡിലിരുന്ന് താങ്കളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്നാലും ഞാൻ മാറിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ കുരങ്ങ് മലക്കം മറിയുന്നത് ഒരിക്കലും മറക്കില്ല. അതായത് എന്താണെന്ന് വെച്ചാൽ എന്റെ ആഗ്രഹം എപ്പോഴും പടങ്ങൾ കാണുക, അതും തിയേറ്ററിൽ. ഞാൻ എന്റെ പിതാവിനെ പറ്റിച്ചിട്ട് പോകും. എനിക്ക് ചെറുപ്പത്തിലെ ഒരു കാര്യം ഓർമ്മയിൽ വരുന്നു. രാവിലെ ഞങ്ങളുടെ വീട്ടിൽ മുത്തശ്ശൻ എന്നെ 5 മണിക്ക് ഉണർത്തും. അദ്ദേഹത്തിന് BP ഉണ്ടായിരുന്നു. സ്കൂളിലേക്ക് പോകുമ്പോൾ അദ്ദേഹമാണ് എനിക്ക് ദിവസവും പകിടി കെട്ടിത്തരാ. പോയി ജോഗിംഗ് ചെയ്തിട്ട് വരൂ എന്ന് പറയും. പക്ഷെ ഞാൻ ചെയ്യുന്നതോ അടുത്ത റൂമിൽ പോയി കിടന്നുറങ്ങും. പിന്നെ ജോലിക്കാർക്ക് കൈക്കൂലിയായി ഞാൻ ഒരു 20 രൂപ നൽകും. ഒറ്റിക്കൊടുത്താൽ ഞാൻ അടിക്കുമെന്ന് പറയും. അതിനുശേഷം ശരീരത്തിലൊക്കെ വെള്ളം തളിച്ചിട്ട് ഞാൻ ടയർഡായതുപോലെ വരും. അപ്പൊ ഞാൻ നനഞ്ഞു വന്ന അവസ്ഥ കണ്ട് നീ എത്ര റൗണ്ട് ഓടിയെന്ന് ചോദിക്കും. ഞാൻ 10 എന്ന് പറയും. ഞാൻ ടയർഡായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരി, നീ പോയി കിടന്ന് ഉറങ്ങെന്ന് പറയും. നോക്കൂ, ഇങ്ങനെയുള്ള പല കള്ളത്തരങ്ങളും ചെയ്താണ് ഞാൻ ജീവിച്ചു കൊണ്ടിരുന്നത്. ഞാൻ അദ്ദേഹത്തെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കും രാവും പകലും. ഇതാണ് എന്റെ ജോലി. സംഭവമാണ് താങ്കളുടെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ ഏർപ്പെടുത്തിയത്? പിന്നെ ഒരു സംഭവം നടന്നു, അതെന്റെ ജീവിതം മൊത്തം മാറ്റിക്കളഞ്ഞു. അതായത് എന്റെ ലൈഫ് 360 ഡിഗ്രിയിൽ തന്നെ മാറിപ്പോയി. അതെ, ഞാനിപ്പോ ആ സംഭവത്തെക്കുറിച്ച് നിങ്ങളോട് പറയട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ 1983-ലായിരുന്നു എന്റെ ഡെബ്യൂട്ട്. അപ്പോ ഞാൻ എന്റെ ഫസ്റ്റ് മാച്ച് കളിച്ചപ്പോൾ എനിക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. ആക്ച്വലി ആ കാര്യം ഞാൻ മനസ്സിലാക്കിയില്ല. എത്ര പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് വന്നതെന്ന്, എന്ത് ലക്ഷ്യമാണ് ഞാൻ നേടിയതെന്ന്. അതിനുശേഷം എന്നെ 55 പേരുടെ ഇടയിൽ പോലും നിൽക്കാൻ അനുവദിച്ചില്ല. കാരണം ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു ആർട്ടിക്കിൾ വന്നു. അതിൽ രാജൻ പാല എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഒരു വലിയ ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹം എന്ത് എഴുതിയെന്നറിയോ? യുവവീരൻ സിദ്ധു ഒരു സ്ട്രോക്ക്ലെസ് വണ്ടർ ആണെന്ന്. പിന്നെ ഞാൻ ബാത്റൂമിൽ നിന്ന് കുളിച്ച് പുറത്തേക്ക് വന്നപ്പോൾ എന്റെ അച്ഛന്റെ കണ്ണിൽ കണ്ണുനീരുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടേയില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കാണാത്ത പോലെ എന്റെ റൂമിലേക്ക് പോയി. അദ്ദേഹം പഞ്ചാബ് സ്റ്റേറ്റിന്റെ അഡ്വക്കേറ്റ് ജനറൽ ആണ്. അദ്ദേഹത്തിന് ചണ്ഡീഗഡ് കോർട്ടിലേക്ക് പോകണം. അദ്ദേഹം പോയപ്പോൾ ഞാൻ ഓടി വന്ന് അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നത് പില്ലോ കടിയിൽ നിന്നും എടുത്ത ഇന്ത്യൻ എക്സ്പ്രസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. നവ്ജോത് സിംഗ് സിദ്ധു ഒരു സ്ട്രോക്ക്ലെസ് വണ്ടർ ആണെന്ന്. അതിൽ എന്നെ ഒരുപാട് അപമാനിച്ചു. പ്രസിന് ഒരു പ്രത്യേക പവർ ഉണ്ടല്ലോ. നിങ്ങൾക്കൊരു വലിയ പവർ ഉണ്ട് സർ. നിങ്ങൾക്ക് ചത്തവനെ ജീവൻ വെപ്പിക്കാനും കഴിയും, ജീവനോടെ ഉള്ളവനെ, അതായത് എന്നെ പോലുള്ളവനെ കുഴിച്ചിടാനും കഴിയും. ഞാൻ പറയുന്നത് പൂർണ്ണമായും സത്യമാണ്. പ്രസിന് ഒരു വലിയ പവർ ഉണ്ടാകണമല്ലോ. നവ്ജോത് സിംഗ് സിദ്ധു കല്ലറയിൽ നിന്ന്, അതായത് അവൻ മുതിർന്നവരുടെ ആ കരയുന്ന മുഖം, എന്റെ വിധി തന്നെ മാറ്റിക്കളഞ്ഞു. ഞാൻ ആർട്ടിക്കിൾ കട്ട് ചെയ്ത് എന്റെ റൂമിലെ ചുവരിൽ ഒട്ടിച്ചു. അങ്ങനെ ഞാൻ ഒട്ടിച്ചതിന് ശേഷം എന്റെ ജീവിതത്തിൽ ആദ്യമായി, മുതിർന്നവർ പറയും ജീവിതത്തിൽ എന്തെങ്കിലും സീക്രട്ട് വോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഒരു തീരുമാനം എടുക്കണമെങ്കിൽ കൈ നിറയെ വെള്ളമെടുത്ത് ദൈവത്തിന്റെ നാമത്തിൽ ജപിക്കണമെന്ന്. പിന്നെ നോക്കുമ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഞാൻ ഒരു ഗ്ലാസ്സിൽ മുഴുവൻ വെള്ളമെടുത്ത് പിന്നെ ഐ ടുക്ക് സീക്രട്ട് വോഴ്സ്. ആ ദിവസത്തിന് ശേഷം ദിവസവും ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റു. ഒരു വേക്കപ്പ് കോളും ഇല്ല. ജോലിക്കാരൻ ഞാൻ തന്നെ 4 മണിക്ക് ഗ്രൗണ്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോകും. പിച്ച് മുഴുവൻ ഞാൻ വെള്ളമൊഴിക്കും. എന്നിട്ട് റോളർ ഉരുട്ടിക്കൊണ്ടുപോകും. പിന്നെ ദിവസം മുഴുവൻ ഗ്രൗണ്ടിൽ ഉണ്ടാവും. ഒരൊറ്റ ദിവസം പോലും ഞാൻ ഒരു പെണ്ണിനെയും കാണാൻ പോകത്തേയില്ല. മറ്റൊരു കാര്യം, ഞാൻ ഒരൊറ്റ ദിവസം പോലും പടം കാണാൻ പോയിട്ടേയില്ല. ഒരു പാർട്ടിക്കും ഞാൻ അന്നു മുതൽ പോയിട്ടില്ല. ഒരു ദിവസം ഞാൻ ഏകദേശം 300 സിക്സർ അടിക്കും. 300 സിക്സ് അടിക്കും. അതിനുശേഷം എനിക്ക് എന്ത് പേര് കിട്ടിയെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഒരു ദിവസം 300 സിക്സ് അടിക്കും. അതിനുശേഷം എന്റെ പേര് സിക്സർ സിദ്ധു. അത് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ചക്ക സിദ്ധു എന്നാവും. ആ പേര് എനിക്ക് വളരെ കഷ്ടപ്പാടുകൾ ഉണ്ടാക്കി. ദിവസവും ഞാൻ 300 സിക്സ് അടിക്കുമായിരുന്നു. എന്റെ അധ്വാനം അത്രയ്ക്കുണ്ടായിരുന്നു. കയ്യിലൊക്കെ കുമിളകൾ വരും, ചോര പോലും വരാറുണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഒരു സെപ്പറേറ്റ് ഗ്ലൗസ് ഉണ്ടായിരുന്നു. അത് ധരിച്ച് ഞാൻ വീണ്ടും കളിക്കാൻ തുടങ്ങും. പിന്നെ വീണ്ടും വരും. എന്റെ വീട്ടിന്റെ പുറകിൽ മുതിർന്നവർ ഒരു പിച്ച് റെഡിയാക്കിയിരുന്നു. ഞങ്ങളുടെ വീട് വലിയ വീടായിരുന്നു. അവിടെ ഹാലോജൻ ലാംപ്സ് ഉണ്ടായിരുന്നു. രാത്രിയൊക്കെ എന്റെ പോക്കറ്റ് കാശിൽ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്ത് കുട്ടികളെ കൊണ്ട് ബൗളിംഗ് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു. അവരോട് ബൗളിംഗ് ചെയ്യാൻ പറയും. മാൽക്കം മോഷനേക്കാൾ അവർ വേഗത്തിൽ ബൗൾ ചെയ്യും. രാത്രി 12 or 1 ഒക്കെ ആകും. ഞാൻ ഭക്ഷണം പോലും ആ സമയത്ത് കഴിക്കാറില്ല. ഞാൻ കെട്ടിയ പാഡ് പോലും അഴിക്കാതെ അങ്ങനെ ഉറങ്ങും. പക്ഷേ 4 മണിക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് എഴുന്നേൽക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് എന്റെ അച്ഛൻ മരിച്ചു. അത് ദുഃഖകരമായിരുന്നു. എനിക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. 2-3 മാസം ഞാൻ അങ്ങനെ ഇരുന്നു. പിന്നെ എന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ അച്ഛന്റെ സ്വപ്നം നിറവേറ്റണമെങ്കിൽ നിങ്ങൾ കളിക്കൂ. പിന്നെ ഞാൻ കളിച്ചു. 4 വർഷം അതേ ഫോമിൽ. കപിൽ ചേട്ടൻ എനിക്ക് അവസരം തന്നു, അതും വേൾഡ് കപ്പിൽ. നിങ്ങൾ പറഞ്ഞതുപോലെ 5 ഹാഫ് സെഞ്ചുറീസ്,
99 സിക്സർ, അതും വേൾഡ് റെക്കോർഡാണ്. ഇന്നും ആ വേൾഡ് റെക്കോർഡ് ഉണ്ട്. അതിനുശേഷം ആ വേൾഡ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഫ്ലൈറ്റിൽ ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ രവി ശാസ്ത്രി എന്റെ കയ്യിലേക്ക് ഒരു ന്യൂസ് പേപ്പർ തന്നു. ദർ ഇസ് സംതിങ് വെരി നൈസ് റിട്ടൺ അബൌട്ട് യു, ഹാവ് എ റീഡ്. അത് ഓപ്പൺ ചെയ്തു വെച്ചിട്ട് ഇത് ആരാണ് എഴുതിയെന്ന് ചോദിച്ചു. രാജൻ ബാല. ഓപ്പൺ ചെയ്തപ്പോൾ എഴുതിയിരിക്കുന്നു, നവ്ജോത് സിംഗ് സിദ്ധു ഫ്രം സ്ട്രോക്ക്ലെസ് വണ്ടർ ഹാസ് ടേൺ ഇൻ ടു എ പാം ഗ്രൂ ഹീറ്റർ. അതെന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. വളരെ വളരെ പ്രധാനപ്പെട്ട ദിവസം. അത് കണ്ട് ഞാൻ കരയാൻ തുടങ്ങി. ജനങ്ങൾക്കൊന്നും മനസ്സിലായില്ല. നല്ല ആർട്ടിക്കിളാണല്ലോ, ഇവനെന്തിനാ കരയുന്നെന്ന്. വീണ്ടും ഞാൻ വീട്ടിലേക്ക് വന്ന് എന്റെ ചെവരിൽ ഒട്ടിച്ചത് ഞാൻ മായ്ച്ചു. അപ്പൊ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, മനസ്സിൽ നിന്നും ഒരു വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെ. മുതിർന്നവർ മേലെ നിന്നും ആശീർവദിക്കുന്നുണ്ടാകും. അവരൊക്കെ പിന്നെ തീർച്ചയായും സന്തോഷിച്ച് കാണും. പിന്നെ എന്റെ മുതിർന്നവരെ കുറിച്ച് അവരുടെ സ്വപ്നം ഞാൻ ബഹുമാനിച്ചിരുന്നു. അതായിരുന്നു പ്രധാനം. അതായിരുന്നു എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. അർജുനൻ എങ്ങനെ മീനിന്റെ കണ്ണ് കാണുമോ അതുപോലെ എനിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നു. എന്റെ കയ്യിൽ ഒരു ചെറിയ കവിതയുണ്ട്, ഞാൻ പറയട്ടെ. कि कांटों में रह के भी फूलों की तरह महकना सीखो, कीचड़ में रह के भी दोस्तों कमल की तरह खिलना सीखो. जो परिस्थितियों से घबरा जाए वो लौह पुरुष हो नहीं सकता. राख में रह के भी अंगारों की तरह दहकना सीखो. സോ പ്രശ്നങ്ങൾ വരും പോകും, പക്ഷേ എന്നോട് ചോദിച്ചാൽ എന്റെ ജീവിതത്തിൽ അത് പ്രധാനപ്പെട്ടതാണ്. സിദ്ധു, താങ്കൾ ഒരു വാശിക്കാരനാണെന്ന കാര്യം സമ്മതിച്ചു. അതെങ്ങനെ വിട്ടു എന്നുള്ള കാര്യവും താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. താങ്കൾ എങ്ങനെയാണ് മാറിയത്, താങ്കളുടെ കരിയർ എങ്ങനെ ബെറ്റർ ആക്കി. പക്ഷേ കുറ്റാരോപണങ്ങൾ കുറച്ച് വലുതാണ്. അല്ല സാറേ, സാർ അമ്പ് എഴുതുകൊണ്ടിരിക്കൂ, ഞാനത് എങ്ങനെ ഡീൽ ചെയ്യുന്നു നോക്കൂ. സത്യം എത്ര പ്രയാസമുള്ളതാണെങ്കിലും ഒരിക്കലും പിൻവാങ്ങില്ല. തെറ്റ് സംഭവിച്ചാൽ അത് സമ്മതിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ എന്റെ തൊടയിലടിച്ച് ഞാൻ നിൽക്കും. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നവജോത് സിംഗ് സിദ്ധുവിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ ഞാൻ ഇപ്പോൾ രസഗുല കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ രസഗുല എന്നെ കൊണ്ട് തന്നെ കഴിപ്പിക്കില്ലെന്നോ? എന്തിനാ അങ്ങനെ പറയുന്ന? ഒറ്റ അടി ഞാൻ കൊടുത്തു, ശരിക്കുള്ള നല്ലൊരു അടി. അവൻ താഴെ വീണു. കുതിരയിൽ നിന്നും താഴെ വീണാൽ എഴുന്നേൽക്കാൻ പറ്റൂ, തന്റെ വീക്ഷണത്തിനും താഴെ വീണാൽ പിന്നെ എഴുന്നേൽക്കില്ല. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് നവജോത് സിംഗ് സിദ്ധുവിനോടാണ്. ക്രിക്കറ്റ് കമന്റേറ്റർ, മെമ്പർ ഓഫ് ദി പാർലമെന്റ് നവജോത് സിംഗ് സിദ്ധു. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് കമന്റേറ്റർ നവജോത് സിംഗ് സിദ്ധുവിന്റെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹത്തിന് വളരെ വേഗം ദേഷ്യം വരും എന്നുള്ളതാണ്. സിദ്ധു സാർ, താങ്കൾ എത്രത്തോളം ചിരിക്കുമോ, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ആനയുടെ പല്ല് കാണിക്കാനൊന്ന് കഴിക്കാനൊന്ന്. ദേ നോക്കൂ, ആദ്യം ഞാൻ കള്ളം പറഞ്ഞിരുന്നു. 35 വയസ്സോടെ ഞാൻ അതെല്ലാം നിർത്തി. ഞാൻ ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ട്. 34-35 വയസ്സ് വരെ ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കള്ളത്തരങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് ഹരി എന്നുള്ള പേര് എനിക്ക് കിട്ടിയോ, ഞാൻ എന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയോ, സത്യം ഞാൻ എന്ന് സ്വീകരിച്ചുവോ, അന്നു മുതൽ എനിക്ക് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ കാലത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഞാൻ തെറ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. ഞാൻ അറിഞ്ഞത് താങ്കളെ ആരെങ്കിലും കളിയാക്കുകയാണെങ്കിൽ അത് താങ്കൾക്ക് ഇഷ്ടമല്ലെന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ മനീന്ദർ സിംഗ്, അദ്ദേഹം തമാശയായിട്ട് എന്തോ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ ചായക്കപ്പ് കൊണ്ട് താങ്കൾ ഓടിയെന്നാണ് കേട്ടത്. അദ്ദേഹത്തെ ഞാൻ ഓടിച്ചതല്ല, അദ്ദേഹത്തിന്റെ മേലേക്ക് വലിച്ചെറിഞ്ഞു. അദ്ദേഹത്തിന്റെ മേലേക്ക് ഞാൻ വലിച്ചെറിഞ്ഞു, പക്ഷെ അദ്ദേഹം എസ്കേപ്പ് ആയി. വീണ്ടും അദ്ദേഹം എന്റെ മുമ്പിൽ വന്ന് അങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ വീണ്ടും അതെടുത്ത് എറിഞ്ഞേനെ. പക്ഷേ വിഷയം അതല്ല. ഇപ്പോഴത്തെ വിഷയത്തെ കുറിച്ച് പറയണമെങ്കിൽ ഇപ്പൊ നമ്മുടെ അടുത്ത് ഡിഫറന്റ് ആയ ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. അതായത് ഞാനിപ്പോൾ മറ്റൊരു ഉദാഹരണോട് ഞാൻ പറയാം. തീർച്ചയായിട്ടും ഇതുപോലുള്ള പല ഉദാഹരണങ്ങൾ ഞാൻ തന്നെ പറയാം. ചോദിച്ചോളൂ സാർ. മനോജ് പ്രഭാകരെ താങ്കൾ അലമാരിക്കുള്ളിൽ പൂട്ടി വെച്ചെന്ന് കേട്ടു. താക്കോലെടുത്തുകൊണ്ട് ദൂരത്തിൽ എവിടേക്കോ പോയെന്നു. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മനോജ് പ്രഭാകരൻ ഞാനല്ല ലോക്ക് ചെയ്തത്. അദ്ദേഹം എത്ര പേടിച്ചെന്ന് വെച്ചാൽ അവിടെ ഉള്ള ടീ ടേബിളിന്റെ അടിയിലേക്ക് അദ്ദേഹം പോയി. ഞാൻ അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് വലിച്ച് അദ്ദേഹത്തെ നന്നായി അടിച്ചു. ഈ കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അത് എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് നിങ്ങൾ അറിയണം. അതിനുണ്ടായിരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, അസാറുദ്ദീൻ സാർ അദ്ദേഹത്തിന്റെ മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. പിന്നെ കപിൽ ചേട്ടന്റെ റൂം അതിന് അടുത്തായിരുന്നു. ഞാനിരുന്ന് പടം കാണുകയായിരുന്നു. അങ്ങനെ പടം കാണുമ്പോൾ ഞാൻ കപിൽ ചേട്ടനോട് റിക്വസ്റ്റ് ചെയ്തു, ഞാൻ വേറൊരു സിനിമ എടുത്ത് എന്റെ റൂമിലേക്ക് പോവുകയാണെന്ന്. പിന്നെ 2-3 പേരെ കൂടെ കൊണ്ടുപോവാന്ന് പറഞ്ഞു. അദ്ദേഹം കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ആ പടം ഇടാൻ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്ത് പറഞ്ഞെന്നോ, എടാ നിർത്തടാ. ഞാൻ മനോജിനെ നോക്കിയിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനല്ല, ഒന്ന് സമാധാനത്തിൽ സംസാരിക്കൂ, എന്തിനാ ഇങ്ങനെ കോപിക്കുന്നതെന്ന്. ഞാൻ വീണ്ടും ആ പടം എടുക്കാൻ പോയി. അപ്പോൾ അദ്ദേഹം അവിടെ വെക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ വെച്ചു. പിന്നെ 2-3 മിനിറ്റ് ഞാൻ അങ്ങനെ അനങ്ങാതിരുന്നു. അദ്ദേഹത്തെ ഞാൻ എന്റെ ചേട്ടനെ പോലെയാ കരുതിയത്. പിന്നെ അവിടെ രസഗുല ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് പടം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
ഞാൻ അവിടെ ഉള്ള രസഗുല കണ്ട് അത് എടുക്കാനായി മെല്ലെ കൈനീട്ടി. വീണ്ടും ഹോയ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളാണോ വാങ്ങിച്ചോണ്ട് വന്നതെന്ന്? അല്ലെന്ന് പറഞ്ഞു. അല്ലെന്ന് പറഞ്ഞതും കാശ് നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചു. അതിനും അല്ലെന്ന് പറഞ്ഞു. ഞാൻ എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, നിങ്ങൾക്കെല്ലാം കഴിക്കാനായി ഞാൻ രസഗുല മേടിച്ചോണ്ട് വന്നു, എന്റെ രസഗുല എന്നെ തന്നെ കഴിപ്പിക്കില്ലെന്ന്. എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. ഒറ്റ അടി ഞാൻ കൊടുത്തു, ഉഗ്രനടി. അപ്പൊ തന്നെ ഉരുണ്ട് താഴെ വീണു. മനുഷ്യന് കുതിരപ്പുറത്തുനിന്ന് താഴെ വീണ് എഴുന്നേക്കാൻ പറ്റും, തന്റെ വീക്ഷണത്തിനും വീണാൽ ഒരിക്കലും എഴുന്നേക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അതുപോലുള്ള ഒരാളെ അദ്ദേഹം എന്താണ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ശബ്ദമാണ് മുഴങ്ങുന്നതെന്ന്. കോഴി കൂവിയില്ലെങ്കിൽ സൂര്യൻ ഉദിക്കില്ല എന്നല്ലല്ലോ അർത്ഥം. അതാണ് ഞാൻ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തത്. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. എല്ലാവരും ഞങ്ങളുടെ പനിഷ്മെന്റിനെ കുറിച്ച് സംസാരിച്ചു. നിനക്ക് പനിഷ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു, നീ സമ്മതിച്ചോന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ ഞാനും സമ്മതിക്കാന്ന് പറഞ്ഞു. വീണ്ടും അത് തന്നെ. ഇരുമ്പിനെ കൊണ്ട് മുറിക്കാൻ കഴിയൂ. ദാറ്റ്സ് ഓൾ. ഇരുമ്പിനെ മുറിച്ചാൽ സിദ്ധു ആരെയാണ് മുറിക്കുന്നത്? അല്ല, സിദ്ധു ആരെ മുറിക്കും എന്ന് വെച്ചാൽ, എന്നോട് ചോദിച്ചാൽ പ്രശ്നം ഉണ്ടാക്കുന്നവരെ. ഈ ലോകത്താണെങ്കിൽ സിംഹത്തിനും സ്വാതന്ത്ര്യമുണ്ട്, പാമ്പുകൾക്ക്. ये सांपों को आजादी है हर बसते घर में बसने की, उनके सर में जहर भी है और आदत भी है डसने की. സിദ്ധുവിന്റെ കമന്റുകൾ എപ്പോഴും ഒരാളെ പാമ്പ് കൊത്തുന്നത് പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, അങ്ങനെയല്ലേ? ജേർണലിസ്റ്റിന് കൊത്തുന്ന കാര്യം ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ദേ നോക്കൂ, ഒരു കാര്യം കേൾക്കൂ. അത് എന്താണെന്ന് വെച്ചാൽ, ഒരു നായില്ലേ, അത് മനുഷ്യനെ കടിച്ചാൽ അതൊരു ന്യൂസേ ആകില്ല. പക്ഷെ ഒരു മനുഷ്യൻ ഒരു നായയെ കടിച്ചാൽ അത് ന്യൂസാണ്. ശരിയല്ലേ? ശരിയാണ്. പക്ഷെ ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാൽ, ജേർണലിസ്റ്റിന്റെ ലോകം വരുമ്പോൾ ഒരു ക്രിസ്പായ കാര്യം, അതായത് ഒരു സെൻസേഷണൽ ന്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ജേർണലിസ്റ്റ് കയ്യിലെടുക്കുള്ളൂ. അത് അവരുടെ ന്യൂസ് ഓർമ്മിപ്പിക്കാം. പറയൂ സർ. ഇത് 27 ഡിസംബർ അറിയാം, 1988 നിങ്ങൾ ഒരു കാര്യം. അവിടെ തന്നെ എത്തുമെന്ന്. ഗുരുനാം സിംഗ് എന്നൊരു വ്യക്തിയെ താങ്കൾ കൈകൊണ്ട് അടിച്ചു. അദ്ദേഹം ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറഞ്ഞു. നോക്കൂ, ഇതൊരു സീരിയസ് ആയ കാര്യമാണ്. അതിൽ എന്റെ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. ഞാനൊന്ന് ധൃതി കാണിച്ചു. ഇപ്പോ ആ കേസ് ഇപ്പോഴും കോർട്ടിലാണുള്ളത്. ഇപ്പോ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ കോടതിയെ അവഗണിച്ചതുപോലെ ഉണ്ടാകും. ബിക്കോസ് ദ മാറ്റർ ഈസ് സബ് ജുഡീസ്. ഇന്നും ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ വിഷമിക്കുന്നുണ്ട്. അതെനിക്ക് ഒരുപാട് ദുഃഖം നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ മാറ്റാനുള്ള കഴിവ് എനിക്കുണ്ടെങ്കിൽ, ഒരു അവസരം ലഭിച്ചെങ്കിൽ തീർച്ചയായും ആ മുതിർന്ന മനുഷ്യനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ കൊണ്ടുവരും. ഒരാൾ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ മറ്റൊരാൾ അദ്ദേഹത്തെ നിർത്തി ചീത്ത വിളിക്കുന്നു. അദ്ദേഹം പറയുന്നു, വേണ്ട ചേട്ടാ, ചീത്ത വിളിക്കല്ലേ, നിങ്ങളുടെ വയസ്സിനനുസരിച്ച് പെരുമാറൂ, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും അദ്ദേഹം ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങി. അദ്ദേഹം 2 കുത്തുകുത്തി, ഇദ്ദേഹവും അങ്ങോട്ട് 2 കുത്തുകുത്തി. പിന്നെ കാര്യം ഇത്രത്തോളമായി. അപ്പോൾ അദ്ദേഹം ഈ ലോകം വിട്ടു തന്നെ പോയി. അപ്പോ നിങ്ങളുടെ മോട്ടീവ്, നിങ്ങളുടെ ഇന്റൻഷൻ അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ളതല്ല. ഇങ്ങനെയുള്ള 1000 വഴക്കുകൾ നടക്കും. ഇങ്ങനെ ഒരുപാട് പേര് നീയോ ഞാനോ എന്ന് വഴക്കുണ്ടാക്കും. 1000 വഴക്കുകൾ ഉണ്ടാവും. പക്ഷേ ലക്ഷ്യം അതല്ല. എന്റെ ഇന്റൻഷൻ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. താങ്കൾ ഫീൽ ചെയ്യുന്നുണ്ട് അത് തെറ്റായി പോയെന്ന് ഇപ്പൊ ഫീൽ ചെയ്യുന്നു? ഞാനൊന്നും ഗൗതമ ബുദ്ധനല്ല, ആരെങ്കിലും എന്റെ മുഖത്തടിച്ച എന്നാ അടിച്ചോന്ന് കാണിക്കാൻ. ഞാൻ അങ്ങനെയല്ല. ഒരാൾ എന്നെ ചീത്ത വിളിച്ചു, അപമാനിച്ചു, ഞാൻ അദ്ദേഹത്തോട് വഴക്കിന് പോയില്ല. ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് വഴക്കിന് വിളിച്ചില്ല. അത് തീർച്ചയായും എന്റെ ഇന്റൻഷൻ ആയിരുന്നില്ല. നിങ്ങളോട് ഒരു കാര്യം പറയാം. കോടതി ഒരു തീരുമാനമെടുത്തു. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ തീർച്ചയായും എനിക്ക് പ്രോബ്ലം ഉണ്ടാകും. ഭൂപേന്ദർ സന്തൂഖ്, ഞാൻ അദ്ദേഹത്തിന്റെ ജിപ്സിയിലായിരുന്നു. അദ്ദേഹത്തിനാണ് ചീത്ത കിട്ടിയത്. പക്ഷെ ഞാൻ അവരെ രണ്ടുപേരെയും സമാധാനിപ്പിക്കുകയായിരുന്നു. ശേഷം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് കണ്ടം ഓഫ് കോർട്ടാകും. പക്ഷെ എന്ത് സംഭവിച്ചോ അത് ശരിയായിരുന്നില്ല. ഞാൻ ഒരിക്കലും ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കും. അതൊരിക്കലും മനുഷ്യരെ കൊണ്ട് തടയാൻ കഴിയില്ല. ഒരുപക്ഷെ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്റെ ഇന്റൻഷൻ ആൻഡ് മോട്ടീവ് അങ്ങനെ ആയിരുന്നില്ല. ഒരു പകയുമില്ല, എന്റെ കയ്യിൽ ആയുധവുമില്ല, വെടിവെച്ചിട്ടുമില്ല. കൈകൊണ്ടങ്ങനെ അടിക്കുമ്പോൾ, ഒരാളുമായി അടിപിടി കൂടുമ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ, ഒരു മനുഷ്യൻ മരിച്ചെങ്കിൽ ആ കാര്യം തന്നെ മാറിപ്പോകും. ഒരു കാലഘട്ടത്തിൽ താങ്കളുടെ കൈ കൊണ്ട് ജനങ്ങൾ മരിക്കുന്നു, ഇപ്പോൾ സംസാരം കൊണ്ട് ജനങ്ങൾ മരിക്കുന്നു. എന്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഒരു വെടിയുണ്ട കൊണ്ട് സംഭവിച്ച മുറിവ് ഉണങ്ങിപ്പോകും. പക്ഷേ വാക്കുകൾ കൊണ്ടേറ്റ പരിക്ക് ഒരിക്കലും ഉണങ്ങില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുതിർന്നവരും പറഞ്ഞിട്ടുണ്ട്, ഒരു കാട് നശിപ്പിച്ചാൽ അത് വീണ്ടും വളരും. പക്ഷെ ഒരു വാക്കുകൊണ്ടേറ്റ പരുക്ക് ആർക്കും ശരിയാക്കാൻ പറ്റില്ലെന്ന്. പിന്നെ ഒരു വ്യക്തിയുടെ മനസ്സും വേദനിപ്പിക്കരുതെന്ന് ഞാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട്. പക്ഷേ ആരെങ്കിലും ഒരാൾ എന്റെ ന്യായത്തിനെതിരായി, എന്റെ ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ന്യായത്തെ എപ്പോഴും ഞാൻ ഡിഫെൻഡ് ചെയ്യണം. हर दीन दुखी मन में उमंग तुम्हें भरनी है, हर आशाहीन हृदय में तरंग तुम्हें भरनी है. अरे महाभारत तो सर हर युग की अटल जरूरत है. बन के अर्जुन सच्चाई की जंग तुम्हें लड़नी है.
മനസ്സിലായോ? താങ്കളുടെ വാക്കുകൾ കാരണം ജനങ്ങൾ എങ്ങനെയാണ് ഹർട്ടായത്, അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായെന്നൊരു ഡീറ്റെയിൽ എന്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ സിദ്ധുവിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. രജിത് സാർ, നിങ്ങൾ എത്ര ശ്രമിക്കുന്നു ആ വാക്കൊന്ന് പുറത്തു കൊണ്ടുവരാൻ, പക്ഷെ നിങ്ങളുടെ ശ്രമം ഫലിക്കില്ല സാർ. ഞാനത് പറയാൻ പോകുന്നേയില്ല. അവിടെ എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന്. അതെന്താ പറയാൻ പറ്റാത്തത് എന്ന് വെച്ചാൽ അതെന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. അതെന്റെ ബഹുമാനത്തിന്റെ കാര്യമാണ്. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് പ്ലെയർ നവ്ജോത് സിംഗ് സിദ്ധുവിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് കമന്റേറ്റർ നവ്ജോത് സിംഗ് സിദ്ധുവിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം കുറച്ച് കൂടുതൽ സംസാരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. താങ്കളുടെ സംസാരം കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും താങ്കളെ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. ഇതാ നോക്ക്, ഞാൻ സമ്മതിക്കുന്നു, ചില സമയത്ത് ഇങ്ങനെയുള്ള തെറ്റുകൾ സംഭവിക്കാം. തുടക്കം തന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ പെർഫെക്റ്റ് അല്ല, ആരും പെർഫെക്റ്റ് അല്ല എന്ന്. സോ ഞാൻ വീണ്ടും നിങ്ങളോടെല്ലാം പറയുകയാണ്, कि बुलबुलों के पंखों में बंधे हुए कभी बाज नहीं रहते, बुज़दिलों और कायरों के हाथों में कभी राज नहीं रहते. सर झुका के चलने की आदत पड़ जाए जिस इंसान को, उस इंसान के सर पे कभी ताज नहीं रहते, कभी ताज. സോ ഒരു പക്ഷേ അതായത് സത്യത്തിൽ ആർക്കെങ്കിലും അതുകൊണ്ടൊരു ബാധിപ്പ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിക്കില്ല. അതൊരു വലിയ കാര്യമായി ഞാൻ കണക്കാക്കില്ല. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. താങ്കളുടെ സംസാരം കാരണം ജെഫ്രി ബോയ്ക്കോട്ടിന് കണ്ടോ, പരിക്കേറ്റു. ജെഫ്രി ബോയ്ക്കോട്ടിന്റെ കാര്യത്തിലേക്ക് എത്തി. ജെഫ്രി ബോയ്ക്കോട്ട് ലോകത്തിലുള്ള എല്ലാവരുടെയും ട്രൗസർ അഴിച്ചവനാണ്. ആരെങ്കിലും അദ്ദേഹത്തെ അപമാനിച്ചാൽ ഇദ്ദേഹം വാദിക്കാൻ വരുന്നു. ജനങ്ങളെ, ഇത് തെറ്റല്ലേ? പിന്നെ സാർ, ജെഫ്രി ബോയ്ക്കോട്ട്, പിന്നെ സാർ, ഞാൻ ജാഫ്രിയെ എത്ര ബഹുമാനിക്കുന്നു എന്ന് വെച്ചാൽ ആദ്യത്തെ 15 ദിവസം കമന്ററി നൽകുമ്പോൾ ഞാൻ എത്ര ബഹുമാനിച്ചെന്നു. ഇത്രത്തോളം ബഹുമാനം കൊടുക്കുകയാണെങ്കിൽ താങ്കൾ ആ കാര്യത്തെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ അദ്ദേഹത്തിന് എത്രമാത്രം ബഹുമാനം നൽകിയെന്ന് വെച്ചാൽ അദ്ദേഹം ആ കാര്യം മനസ്സിലാക്കിയില്ല. അദ്ദേഹം വിചാരിച്ചു ഇവനൊരു ചെറിയ ചെക്കനാണ്, ഇവനെ ഉപയോഗിച്ച് ജനങ്ങളെ ചിരിപ്പിച്ച് ഇവനെ താഴ്ത്തിക്കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു അദ്ദേഹം. अब जिन्हें हम हार समझे थे गला अपना सजाने को, वही अब नाग बन बैठे हमारे काट खाने को. വന്നാൽ അപ്പൊ അത് തെറ്റായ കാര്യമല്ലേ? അപ്പൊ ഞാൻ എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ എന്നെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ഇപ്പോൾ ഇരുമ്പ് എങ്ങനെ ഇരുമ്പിനെ മുറിക്കാൻ പോകുന്നു എന്ന് കണ്ടോളൂ. അക്കാലത്ത് ജെഫ്രി ശില്പ ഷെട്ടിയെ കുറിച്ചാണ് ചിന്തിച്ചിരുന്നത്. ഇതിൽ എന്റെ തെറ്റൊന്നുമില്ലല്ലോ. ഒരു പക്ഷെ വയസ്സായ കുതിരയ്ക്ക് ആഗ്രഹം ഉദിച്ചാൽ അതിൽ എന്റെ തെറ്റൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പോയി പറഞ്ഞു, ശില്പ നിങ്ങളുടെ മകളെ പോലെയാണ്, കാരണം അവളുടെ അച്ഛൻ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടതും അദ്ദേഹം തരിച്ചിരുന്നു പോയി. അദ്ദേഹം എന്ത് പറഞ്ഞെന്ന് വെച്ചാ, അല്ലല്ല ഞാൻ അങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്, ലുക്ക് അറ്റ് മൈ ഹെഡ്. സർ, ഇംഗ്ലീഷ് ഇവിടെ സംസാരിക്കാമല്ലോ സർ? അദ്ദേഹം എന്ത് പറഞ്ഞെന്ന് വെച്ചാ, ലുക്ക് അറ്റ് മീ, ഐ എം സ്റ്റിൽ യങ്. ഐ സെഡ്, ജെഫ്രി, ദ ലാസ്റ്റ് ടൈം യു സെലിബ്രേറ്റഡ് യുവർ ബർത്ത്ഡേ ദ കാൻഡിൽസ് കോസ്റ്റ് മോർ ദാൻ ദ കേക്ക്. അദ്ദേഹത്തിന് വീണ്ടും ദേഷ്യം വന്നു. അദ്ദേഹത്തെ കണ്ടാൽ അദ്ദേഹത്തിന്റെ തലയിൽ ഒരു മുടി പോലും ഇല്ല, വിഗ് പോലും വെക്കാൻ പറ്റില്ല. ഇയാൾക്കാണ് പ്രേമിക്കാൻ ആഗ്രഹം. ഇതെല്ലാം കേട്ടപ്പോൾ അദ്ദേഹം തകർന്നുപോയി. അതിനുശേഷം അദ്ദേഹം എന്നെ ഭയങ്കര ആസാമിയാണെന്ന് പറഞ്ഞ് തനിച്ചൊരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. സിഡു, ഞാൻ പറഞ്ഞു, പറയൂ ജാഫ്രി. സിഡു, പറയൂ സർ. നോ ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ് സാൻ, നോ ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ്. ഞാൻ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, ഹലോ ഓൾഡ് മാൻ, യു ഹിറ്റ് മീ ബിലോ ദ ബെൽറ്റ് ആൻഡ് ഐ ഗോ 6 inches ബിലോ ദാറ്റ് എന്ന് പറഞ്ഞു. യു അണ്ടർസ്റ്റാൻഡ്? അയാളാകെ വെളറിപ്പോയെന്ന്. ഇടക്കിടക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. ചില സമയത്ത് കുസൃതി കൊണ്ട് ഒരാൾ ഹീറോവായി മാറും. ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ നല്ലത് ചെയ്താലും അത് റിവേഴ്സ് ആയി പോയാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ശരിക്കും ലല്ലു കരെ കവല്ലിയാ റബ് സിദ്ദിയാ പാവേ പറയാൻ സർ, ഞാൻ ജാഫ്രിയെ ഇന്നും എന്റെ ഹീറോ ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ ആരെയും അപമാനിക്കാൻ പാടില്ല. എല്ലാ മനുഷ്യർക്കും ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടായിരിക്കും. അതുണ്ടെങ്കിലും മനുഷ്യനാവും. ഒരിക്കൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ ഒരിക്കൽ സൂപ്പർ സെലക്ടർ കളിച്ചു. അതിൽ ഞാൻ എപ്പോഴും വിജയിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞു, യു ആർ എ ലക്കി ബോയ് എന്ന്. ഐ എം അൺലക്കി, യു ആർ ലക്കി, ഐ എം അൺലക്കി. ഇതൊക്കെ ഒരു കാര്യമാണോ? 4-ാമത്തെയും 5-ാമത്തെയും പ്രാവശ്യം ഇങ്ങനെ സംഭവിക്കുമ്പോൾ എനിക്ക് അവാർഡ് നൽകി ഒരു വലിയ കപ്പ് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അവർ ജാഫ്രി സാറിനോട് ചോദിച്ചു, സാർ, ഇവൻ ഈ കപ്പ് 7-ാമത്തെ പ്രാവശ്യമാണ് വാങ്ങുന്നത്. അതിന് ജാഫ്രി സാർ പറഞ്ഞു, ഐ എം അൺലക്കി. ഞാൻ ജാഫ്രി സാറിനെ നോക്കിയിട്ട് പറഞ്ഞു, യെസ് സാർ, യു ആർ അൺലക്കി. ഈവൻ ഇഫ് സംബഡി ത്രോ യു ഇൻ ടു എ ബാരൽ ഓഫ് നിപ്പിൾ, യു സ്റ്റിൽ കം ഔട്ട് സക്കിംഗ് യുവർ തംബ്. പൂർണ്ണമായും വീണു, ടോട്ടലായി സറണ്ടറായി. പക്ഷെ അതിനുശേഷം ഞങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ്, ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആയി. എന്തെന്നാൽ ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കളിക്കാരെ പറ്റി അപവാദങ്ങൾ പറയാൻ പാടില്ല.
പക്ഷേ ഒന്ന് തിരിഞ്ഞു നോക്കിയ പ്രഭാകർ നിങ്ങളുടെ നേരെ ഒരുപാട് കുറ്റാരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇംഗ്ലണ്ടുമായുള്ള മാച്ചിനിടയ്ക്ക് അസറുദ്ദീനുമായിട്ട് ഫൈറ്റ് ചെയ്ത് കളിയുടെ പകുതിക്ക് ഇറങ്ങിപ്പോന്നു. ഞാൻ അവിടുന്ന് റിട്ടയർമെന്റ് വാങ്ങിച്ചാണ് വന്നത്. പിന്നെ ഞാൻ അവിടുന്ന് വന്നതിന് ശേഷം ആരെക്കുറിച്ചും ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. ഇനിയും ഒരു ഞാൻ മിനിറ്റ്. സംസാരിക്കില്ല. താങ്കൾക്കും അസറുദ്ദീനും തമ്മിൽ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം ഇതുവരെ താങ്കൾ പറഞ്ഞതേ ഇല്ലല്ലോ. പിന്നെ ആ പ്രശ്നത്തിന് ശേഷം താങ്കൾ അദ്ദേഹത്തെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചിട്ടുണ്ടോ? കണ്ടുമുട്ടാറുണ്ട്. ഒരു ചേട്ടനെ പോലെ സന്ദർശിക്കാറുണ്ട്. എപ്പോഴും കാണും. പിന്നെ അസാറുദ്ദീനെ ഞാൻ എപ്പോഴും ഡിഫെൻഡ് ചെയ്യും. ഇതിനുവേണ്ടി ഷോസിൽ പോലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ട്. എന്റെ മനസ്സിൽ അദ്ദേഹത്തിന് യാതൊരു കുറവുമില്ല. ഇന്നും അസാറുദ്ദീനെ ഞാൻ എന്റെ ചേട്ടനായി കണക്കാക്കുന്നു. പക്ഷേ ഈ കാര്യം സത്യമാണോ? 1996 ഈ സംഭവം നടക്കുന്ന സമയത്ത് അസറുദ്ദീൻ നമുക്ക് ബാറ്റിംഗ് ചെയ്യാമെന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു. അപ്പോൾ സന്ദീപ് പാട്ടീൽ താങ്കളോട് ചോദിച്ചു, നീ എന്തിനാണ് ഇപ്പോൾ പാഡ് ധരിച്ചിരിക്കുന്നതെന്ന്. രജിത് സാർ, നിങ്ങൾ എത്ര ശ്രമിക്കുന്നു ആ വാക്കൊന്ന് പുറത്തു കൊണ്ടുവരാൻ. പക്ഷെ നിങ്ങളുടെ ശ്രമം ഫലിക്കില്ല സാർ. ഞാനത് പറയാൻ പോകുന്നേയില്ല. അവിടെ എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന്. അതെന്താ പറയാൻ പറ്റാത്തത് എന്ന് വെച്ചാൽ അതെന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. കുടുംബത്തിലെ മുതിർന്നവരുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ അത് ബഹുമാനിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്നു. അസറുദ്ദീൻ എന്റെ ചേട്ടനാണ്. ചേട്ടനായി തന്നെ തുടരും. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാം. താങ്കളുടെ വിശ്വാസത്തെക്കുറിച്ചും അന്ധവിശ്വാസത്തെക്കുറിച്ചും നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നിങ്ങൾ പറയൂ, എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ. कुछ तो लोग कहेंगे, लोगों का काम है कहना. നവജോത് സിംഗ് സിദ്ധുവിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ബാബ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം കാവി ഉടുപ്പണിഞ്ഞാൽ ബാബയാകുമോ? अरे नहाए धोए से क्या हुआ, मन में मैल समाए, मछली सदा जल में रहे, धोए बास ना जाए, धोए बास ना जाए. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് കമന്റേറ്ററും ആക്ടറുമായ നവജോത് സിംഗ് സിദ്ധുവിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ നവജോത് സിംഗ് സിദ്ധുവിന്റെ മേലുള്ള കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് കമന്റേറ്റർ നവജോത് സിംഗ് സിദ്ധുവിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു അന്ധവിശ്വാസിയാണ് എന്നുള്ളതാണ്. സിദ്ധു സാർ, ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഒരാൾ വന്ന് താങ്കൾക്ക് ഒരു കപ്പ് തൈരും 3 സ്പൂണും നൽകി. അന്ന് താങ്കൾ സെഞ്ചുറി അടിച്ചു. അതുകൊണ്ട് എപ്പോ കളിക്കാൻ പോയാലും തൈര് കഴിച്ചിട്ടാണ് താങ്കൾ പോകുന്നത്. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമില്ല. ഇതൊക്കെ മുഴുവൻ കള്ളമാ. തീർച്ചയായിട്ടും അങ്ങനെ ഒന്നുമില്ല. അസ്ട്രോളജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മറ്റുള്ളവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കാരണവും ഇല്ലാതെ, ഒരു റീസണും ഇല്ലാതെ ഒന്നും വിശ്വസിക്കില്ല. ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ഭയങ്കരമായ രോഗം എന്താണെന്ന് വെച്ചാൽ ചോദിക്കും, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മോശമായ രോഗം, എന്നെക്കുറിച്ച് ലോക ജനത എന്ത് സംസാരിക്കുമെന്ന രോഗം, ലോകത്തിലെ ഏറ്റവും വലിയ രോഗം, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് സംസാരിക്കുമെന്നത്. ആളുകൾ ടെൻഷനാകും. ദേ നോക്കൂ, അവൻ എന്നെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. രാത്രി മുഴുവൻ ഉറങ്ങില്ല. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആരാണോ യഥാർത്ഥ അച്ചീവർ, ആരാണോ ജീവിതത്തിൽ അവരുടെ കാൽപാദങ്ങൾ പതിപ്പിച്ചു കൊണ്ട് പോകുന്നത്, ആ മനുഷ്യനാണ് ശരിക്കും ധൈര്യമുള്ള മനുഷ്യനെന്ന് ഞാൻ പറയും. ഞാൻ ഷാരൂഖ് ഖാനെ 25 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ടു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, സിദ്ധു സാർ, ഞാൻ നിങ്ങളുടെ വലിയ ഫാൻ ആണെന്ന്. ആ സമയത്ത് അദ്ദേഹം ഫൗജിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഫൗജി എന്ന് പറഞ്ഞൊരു സീരിയൽ. പിന്നെ നിങ്ങൾ പറഞ്ഞു ശരിയാണ്, നല്ല ഓർമ്മ, ആനയുടെ ഓർമ്മ. നിങ്ങൾക്ക് എലിഫന്റ് മെമ്മറിയാണ്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അടുത്തത് എന്ത് പ്രോഗ്രാം ആണെന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബോളിവുഡ്. അതെ, ഞാൻ അടുത്ത് ബോളിവുഡിലേക്ക് പോവുകയാണെന്ന്. എന്ത് ബോളിവുഡിലേക്ക് പോകുന്നു, എന്തായി പറയുന്നതെന്ന് ചോദിച്ചു. ബോളിവുഡിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്, അവിടെ നിന്നെ വിഴുങ്ങിക്കളയെന്ന് പറഞ്ഞു. നിന്നെ അങ്ങനെ പച്ചയ്ക്ക് ക്യാരറ്റ് പോലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഒരു വലിയ വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ദേ നോക്ക് സർ, ഞാൻ ആരോടും കോമ്പറ്റീഷൻ ഇല്ല. ഞാൻ എന്നോട് മാത്രമാണ് കമ്പീറ്റ് ചെയ്യുന്നത്. ഞാൻ ഇനിയും എന്നെ നന്നാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ മറ്റുള്ളവരെ പോലെ ആകരുതെന്ന് കരുതുന്നു. ഇപ്പോൾ ഉള്ളവരുടെ മെന്റാലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾ മാരുതിയിൽ പോകുന്നു, ജിഗ് 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 ജിഗെന്ന്. അപ്പൊ ഒരു ബെൻസ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ചിന്തകൾ എന്തായിരിക്കും? അവൻ ആക്സിഡന്റ് ആവണം, അവൻ ചാകണം എന്നൊക്കെയായിരിക്കും, അല്ലേ? പിന്നെ അദ്ദേഹം തപസ് ചെയ്ത് ദൈവം നേരിട്ട് വന്നാൽ, മകനെ ഞാൻ നിനക്ക് എന്തു നൽകിയോ അതിനേക്കാളും ഡബിളായി അയൽവാസിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ, ഇവൻ ചോദിക്കും, തപസ് ചെയ്ത് ഞാൻ കിട്ടുന്നത് എന്റെ അയൽവാസിക്കോ? അപ്പോൾ ഇവൻ പറയും, എന്റെ ഒരു കണ്ണെടുത്തേക്കോ, അപ്പൊ എന്റെ അയൽവാസിക്ക് 2 കണ്ണും പോകുമല്ലോ, അല്ലേ? ഇതാണ് വളരെ തരം മെന്റാലിറ്റി. ഈ ഞണ്ടുകളില്ലേ, ഞണ്ടുകളുടെ മെന്റാലിറ്റി പോലെ നമ്മുടെ സമൂഹത്തെ ചെതലുകൾ പോലെ കാർന്ന് തിന്നുകയാണ്. അതെങ്ങനെയാണ് ഭക്ഷിക്കുന്നതെന്ന് വെച്ചാൽ, 10 ഞണ്ടുകളെ ഒരു പാത്രത്തിൽ ഇട്ടാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയാൽ ആ 10 ഞണ്ടുകളും ചത്തു കിടക്കുന്നത് കാണാം. കാരണം ഒരു ഞണ്ട് മേലെ കയറിയ മറ്റുള്ള ഞണ്ടുകൾ അതിന്റെ കാല് പിടിച്ച് താഴേക്ക് വലിക്കും അത്രേ. ഞാൻ ആരോടും ഉത്തരം പറയാൻ പോകുന്നില്ല. ആരെന്ത് പറഞ്ഞാലും അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിക്കില്ല. ഞാൻ എന്റെ മനസാക്ഷിയുടെ ഉത്തരം പറയൂ. എപ്പോ രാത്രി ഈ സിദ്ധു പുതച്ചു കിടന്ന് ഉറങ്ങുന്നുവോ, ആ സമയം ഞാൻ എന്റെ മനസാക്ഷിയോട് ചോദിക്കും, ഇതിനേക്കാൾ ബെറ്ററായി നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോ ഉത്തരം അല്ല എന്നാണെങ്കിൽ എന്റെ പരിശ്രമം ശരിയായിരുന്നു എന്നാണ് അർത്ഥം.
അപ്പൊ റിസൾട്ട് സൂപ്പർ ആയിരിക്കും. ഗുഡ് കോൺഷ്യൻസ് ഇറ്റ്സ് എ ബെസ്റ്റ് ട്രാങ്കുലൈസർ യു ക്യാൻ ഹാവ്. എന്നിട്ടും നോക്കൂ, അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അത്ര തന്നെ. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ടാൽ നിങ്ങൾ നന്നാവില്ല. താങ്കൾക്ക് ജ്യോതിഷം അല്ലാതെ വാസ്തുശാസ്ത്രത്തിൽ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അപ്പോ ആ വിശ്വാസത്തിലാണോ പട്യാലയിലുള്ള താങ്കളുടെ വീട്ടിൽ ഒരു കിണർ നിങ്ങൾ കുഴിച്ചത്? പറഞ്ഞ ശരിയാണ്. ഇതിനു മുമ്പ് ഞാൻ ആസ്ട്രോളജിയിൽ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ എന്താ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ, ആരൊക്കെയാണ് ആ ദൈവത്തിന്റെ കൈ മുറുക്കെ പിടിക്കുന്നത്, ദൈവത്തിന്റെ വഴിയിലൂടെ പോകുന്നത്, അവർക്ക് എല്ലാം സാധ്യമാകും. അവർക്ക് യഥാർത്ഥ യമനെ പോലും തോൽപ്പിക്കാൻ കഴിയും. മന്ത്രങ്ങൾക്ക് വലിയ ശക്തിയുണ്ട് സാർ. അത് അനുഭവിച്ച് നോക്കിയാലേ അറിയൂ. പക്ഷെ നമ്മുടെ ആളുകൾ ഇങ്ങനെ ധ്യാനത്തിലിരിക്കും. ഒന്നുമില്ല ഫ്രാഡ് എന്ന് പറയും, വെറും ഫ്രാഡ് എന്ന് പറയും. ജന്മാന്തരങ്ങളായിട്ടുള്ള ചീത്ത ചിന്തകളെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും? നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിലേക്ക് ചെന്ന് നോക്കൂ. അപ്പോഴേ നിങ്ങളുടെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകൂ. അതിനുശേഷമേ നിങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് മനസ്സിലാകൂ നിങ്ങൾക്ക്. അതിനുശേഷം ആത്മവിശ്വാസം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും. अरे जिस जाने पेद कलंदर दा रा खोजिया अपने अंदर दा ओ वासी है यारो सुख मंदर दा. എവിടെയാണ് അന്വേഷിക്കുന്നത്? റൈസ് ആൻഡ് വേക്ക് മൈ കൺട്രിമാൻ ആൻഡ് റെക്കഗ്നൈസ് ദ പവർ, ദ ഇന്റേണൽ പവർ വിച്ച് ഹാസ് ഗോട്ട് ആൻഡ് ഇറ്റ്സ് ലിവ്സ് വിത്തിൻ യു, നോട്ട് സംവെയർ എൽസ്. ഇതെന്റെ വിശ്വാസം മാത്രമല്ല, എന്റെ അനുഭവമാണ്. മനസ്സിനേക്കാൾ വലിയൊരു ശക്തി ഈ ലോകത്ത് വേറെ ഒന്നുമില്ല സാർ. മനസ്സ് നിങ്ങളുടെ മരണത്തിന്റെ വഴിയും തെരഞ്ഞെടുക്കും. മനസ്സ് നിങ്ങളുടെ സ്വർഗത്തിന്റെ വഴിയും അന്വേഷിക്കും. മനസ്സെന്ന രാക്ഷസനെ നമുക്കുള്ളിൽ നിയന്ത്രിച്ചാൽ ഈ ലോകത്ത് നമുക്ക് എന്തും നേടാൻ കഴിയും. മനസ്സിനെ നിയന്ത്രിച്ചാൽ എല്ലാം ജനങ്ങൾ ചോദ്യം ചോദിക്കേണ്ട സമയമാണ്. അവരിപ്പോൾ താങ്കളോട് പല ചോദ്യങ്ങളും ചോദിക്കും. തീർച്ചയായും ചോദിക്കൂ. അഥവാ നിങ്ങൾക്ക് സിനിമയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ, അതോടൊപ്പം നിങ്ങളുടെ മുന്നിൽ ആക്ട്രസസിന്റെ 3 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, അതായത് മല്ലിക ഷെറാവത്ത്, പിന്നെ നിങ്ങളുടെ ഭാര്യ, പിന്നെ പെരിസ സെറോബിയ. സർ നിങ്ങൾ ആരുടെ കൂടെ ഒരു സമയത്ത് ഇവര്, അതായത് എന്റെ ചെറിയമ്മയ്ക്ക് മീശ വിളിച്ചാൽ ഞാൻ ചെറിയച്ചാന്ന് വിളിക്കും. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനല്ല മറുപടി നൽകിയത്. പറയൂ, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം തരൂ. ഞങ്ങളുടെ ചോദ്യത്തിന് ചോദിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾക്ക് സിനിമയിൽ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ആരെയായിരിക്കും ഹീറോയിനായിട്ട് വെക്കുക? അതായത് ഇത് ഒരു സമയം എന്നല്ലേ, ആ സമയം വരുമ്പോൾ നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നായയും പൂച്ചയും പ്രേമിച്ച പോലെയാണ്. ഇത് ഒരിക്കലും ശരിയാവില്ല. എപ്പോ നടികൾ മുൻപിലേക്ക് വരുമോ, ഓഫർ കിട്ടിയെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഇത് ഇരുട്ടത്ത് അമ്പ് ചെയ്യുന്ന പോലെ ഞാനങ്ങനെ അമ്പ് വേസ്റ്റ് കൊടുക്കല്ലേ. ഒരാളുടെ പേര് പറഞ്ഞാൽ മറ്റേ ആള് ദേഷ്യപ്പെട്ടില്ലേ? വേറെ എന്തെങ്കിലും ചോദിക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ എങ്ങനെയാ? എല്ലാം ചിന്തിച്ചു നോക്കണ്ടേ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ, വീട്ടിലിരുന്ന് നിങ്ങളുടെ ഭാര്യയുടെ കൂടെ ഒന്ന് സംസാരിക്കുമ്പോൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ മാത്രമാണോ സംസാരിക്കുക, അല്ല അവരെ ഒന്നും സംസാരിക്കാൻ അനുവദിക്കില്ല എന്നുണ്ടോ? അതായത് മോനെ, വിജയിക്കുന്ന ഓരോ ആണിന്റെ പുറകിലും ഒരു പെണ്ണുണ്ടെന്ന് പറയും. എന്ത് നീ ചെയ്തെന്നോ? ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? എന്റെ പൊന്നുമോനെ, എന്റെ മീശ കണ്ടോ? എന്റെ കല്യാണത്തിന് മുമ്പ് ഈ മീശ എങ്ങനെയായിരുന്നു? പക്ഷെ ഇന്ന് കണ്ടോ എന്റെ മീശ താഴോട്ടിറങ്ങി എങ്ങനെ ഇരിക്കുന്നു? കണ്ടില്ലേ എങ്ങനെയുണ്ടെന്ന്? ഞാൻ പുറത്തായിരിക്കുമ്പോ ഞാൻ ഇങ്ങനെയായിരിക്കും, സിംഹത്തെ പോലെ ഗർജിക്കും. शेरों को आजादी है, आजादी के पाबंद रहें, जिसको चाहे चीरे फाड़े, खाएं पिए आनंद करें. പക്ഷെ ഞാൻ വീട്ടിലേക്ക് പോയാലേ പൂച്ചയായി മാറും. മ്യാവ് മ്യാവ് ഈ ശബ്ദമേ വരൂ. മനസ്സിലായോ? സിദ്ധു സാർ, ഇത് സത്യമാണോ? താങ്കളുടെ ഭാര്യയുടെ പേരും നവജോത് എന്നാണോ? അതെ, അപ്പോൾ വീട്ടിലെ യഥാർത്ഥ നവജോത് അവരും ഡ്യൂപ്ലിക്കേറ്റ് താങ്കൾ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അവരാണ് വീട്ടിലെ ഹെഡ് മാസ്റ്റർ, അവരാണ് റിംഗ് മാസ്റ്റർ. അവരെങ്ങനെ കൈ കാണിക്കുന്നു അതുപോലെ ഞാൻ മിണ്ടാതെ പുറകെ ചെല്ലും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാ, അവര് വീട്ടിലേക്ക് വന്നത് മുതൽ മുന്നേറ്റമാണ്. അവര് കാരണമാണ്, അവരുടെ പ്രാർത്ഥന കാരണമാണ്, അവരുടെ സപ്പോർട്ട് കാരണമാണ്, അവരുടെ കഴിവ് കാരണമാണ് ഞാൻ ഇന്ന് ഈ നിലയിലുള്ളത്. ഇതിൽ പകുതി എന്റെ അച്ഛന്റെ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ പകുതി എന്റെ ഭാര്യയുടേതാണെന്ന് വേണം. സിദ്ധു സാർ, ഞങ്ങൾ പല രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു, താങ്കൾ അതിനെല്ലാം ഉത്തരം നൽകുകയും ചെയ്തു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയമാണ്. ബ്രേക്കിന് ശേഷം ഇന്നത്തെ ജഡ്ജിയായ ഹർപാൽ സിംഗിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതുവരെ കാത്തിരിക്കുക. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ചോദ്യശരങ്ങൾ എഴുതത് ക്രിക്കറ്റ് കമന്റേറ്ററായ നവജോത് സിംഗ് സിദ്ധുവിനോടാണ്. അദ്ദേഹത്തിനോട് എന്തുകൊണ്ട് ഇത്രയും വാശിയെന്ന് നമ്മൾ ചോദിച്ചു. നമ്മൾ പല ചോദ്യങ്ങളും അദ്ദേഹത്തിനോട് ചോദിച്ചു. നിറം മാറുന്നതിനെ കുറിച്ച് ചോദിച്ചു, പല ചോദ്യങ്ങളും നമ്മൾ ചോദിച്ചു. കൂടുതൽ സംസാരിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു, അന്ധവിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചു. ഇന്നത്തെ ഈ വിചാരണയിൽ നമ്മുടെ ജഡ്ജിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്കിപ്പോൾ നോക്കാം. നിങ്ങൾ രജത് ശർമ്മയുടെ ബൗൺസേഴ്സിനെ നല്ല രീതിയിൽ നേരിട്ടു. വെരി കോൺഫിഡന്റ് ഓപ്പണർ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവസാനം വരെ നന്നായിട്ട് തന്നെ കളിച്ചു. പക്ഷേ റൺസ് അധികമൊന്നും എടുത്തില്ല. പക്ഷേ കൂടുതൽ റൺസ് എടുക്കാൻ പറ്റേണ്ടതുണ്ട്.
പിന്നെ ഈ നീതിപീഠത്തിന് നിങ്ങളുടെ 2-3 കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല. ഒന്ന് ആസ്ട്രോളജിയിലെ വിശ്വാസം, പിന്നെ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേദങ്ങളിലൂടെ ഉണ്ടായതാണെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ ഈ 2-3 കാര്യങ്ങൾ നീതിപീഠത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും നല്ല രീതിയിൽ മറുപടികൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീതിപീഠം നിങ്ങളെ നിരപരാധിയായി കണ്ടുകൊണ്ട് എല്ലാ കുറ്റങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാക്കുന്നു. ജഡ്ജ് സാറേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ശ്രീ നവജോത് സിംഗ് സിദ്ധു തന്റെ വർത്തമാനങ്ങൾ കൊണ്ട് ജനങ്ങളുടെ മനസ്സ് കീഴടക്കി ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒപ്പം തന്റെ വാക്കുകൾ കൊണ്ട് ജനമനസ്സ് കീഴടക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം. ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം മറ്റൊരു പുതിയ അതിഥിയോടൊപ്പം നിങ്ങളെ വീണ്ടും വന്ന് ഞാൻ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.